അല്ലല്ല, അത് ഈ ഇവന്മാർ RDP കാരന്മാരാണേ. ഞങ്ങളെ കൊടിമരം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഇതൊരു 4-5 കൊല്ലം മുമ്പ് ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത്. അന്ന് പിന്നെ ഇതുപോലെ ഞങ്ങൾ ശക്തമായൊരു പ്രതിഷേധ പരിപാടിയൊക്കെ നടത്തി. ഇല്ല അത് കണ്ടവരുണ്ട്. അപ്പം അതിൻ്റെ പ്രതിഷേധം ഞങ്ങൾ പരിപാടിയുണ്ട്, വലിയൊരു പരിപാടി നടത്തുന്നുണ്ട്. ഓ പറ്റാതൊന്ന് വരണം. നമുക്ക് 2 വാക്ക് ഒന്ന് പറഞ്ഞാലേ, നേതാവും കൂടെ 2 വാക്ക് പറഞ്ഞാൽ നല്ലതായിരിക്കും. ശരി. ഞാൻ സമയം ഞാൻ പറയാം. എൻ്റെ നേതൃത്വം ഞാനാണ് ഉദ്ഘാടനം ചെയ്യണത്. അപ്പോൾ അതിനോട് ഒന്ന് ബലം കിട്ടാനായിട്ട് നേതാവും കൂടെ 2 വാക്ക് പറഞ്ഞാൽ നല്ലതായിരിക്കും. ശരി. ഈ ഫോണൊന്ന് വല്ലപ്പോഴും ഒന്ന് താഴെ വയ്യാലേ, എത്ര നേരം വിളിച്ചേ. ഓരോ പ്രശ്നങ്ങളെ ഓരോ രീതിയിൽ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വരുമ്പം ഒരു സൈഡിൽ നിന്ന് പാളിച്ചകളും. എന്തായി കാര്യങ്ങൾ? അത് തന്നെ ഞാൻ പറയാൻ വന്നത്. എന്താണ് അളിയാ, ഞങ്ങളേറ്റ പണി എല്ലാം തീർന്നു. പോസ്റ്റർ ഒട്ടിച്ച എല്ലായിടത്തും, ബാനർ കെട്ടിടത്തെല്ലാം ബാനർ കെട്ടി. ഇനി ആ ഫ്ലെക്സ് കൂടെ കിട്ടിയാൽ നമ്മളെ പണി കഴിഞ്ഞു. അത് തന്നെ ഞാനിപ്പോൾ ഈ ഒരുത്തനെയും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കില്ലെന്ന് പറയണത് വളരെ സത്യമാണല്ലോ. ഫ്ലെക്സ് അടിച്ചില്ലേ? ഫ്ലെക്സ് അടിച്ചു തരാന്ന് പറഞ്ഞാൽ അവനില്ലേ ജോർജ് ചെരുപ്പ് കേടാ, അവൻ ഇപ്പൊ പറയണ അവന് ഇപ്പൊ ഇച്ചിരി സാമ്പത്തിക ടൈറ്റ്, അവൻ എല്ലാം കൂടെ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞത്. ഈ ജോർജ് അളിയനല്ല, ജോർജിന്റെ വാക്ക് കേൾക്കുവളിയാ. അളിയ ജോർജിന്റെ സ്ഥിരമുള്ള പരിപാടിയാണ്. അവൻ ലോക ഉടായ്പാണ്. അവൻ ചെല്ലുന്നുണ്ടെ വലിയ കാര്യത്തിൽ എല്ലാം കയറിയാൽ കേൾക്കും. പിന്നെ അവൻ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. ഉജൂമ ചെയ്ത് തരാന്ന് പറഞ്ഞല്ലേ. നമ്മളിപ്പോ അതിനു വേണ്ടി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചാടി കയറി എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞാനത് ചെയ്തു തരാം, മറ്റേ ഇപ്പോഴല്ലേ പറഞ്ഞത് ജോർജ് ഇത് ഏറ്റെന്ന്. എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിരുന്നേ ഞാൻ പറയത്തില്ലായിരുന്നോ? ഞാനതാണ് നോക്കണം ഇപ്പൊ. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നേ? നിന്റെ കൊച്ചാപ്പാടുത്ത് പറഞ്ഞാല് നമ്മളിപ്പം മറിച്ചില്ലേ, കുറച്ച് പൈസ കൂടെ ഒന്ന് മറിക്കാൻ പറ്റിയ ആളിയാ. എൻ്റെ അളിയ അയാളായിരുന്നു എത്ര രൂപ മേടിച്ചെന്നറിയാം. ഇപ്പം കൊടുക്കാം. എവിടെ കൊടുക്കാം? എന്ന് കൊടുക്കാനാ? അളി കൊടുത്തേ പറ്റത്തുള്ളൂ. അളി ഇനി 5 പൈസ അങ്ങേര് തരത്തില്ല. എന്നെ കൊണ്ട് നടക്കൂല, ഞാൻ ചോദിക്കൂല. ഇപ്പൊ തന്നെ എത്ര രൂപയായി? 5600 രൂപയായി. പോസ്റ്ററും ബാനറും എല്ലാം നടക്കും. പിന്നെ ആ നായര കടയിൽ 10-600 രൂപയ്ക്ക് പറ്റായി. ഇതെല്ലാം കൊടുക്കണ്ടേ? ഇതെല്ലാം അളിയൻ തന്നേ പറ്റത്തുള്ളൂ. അളിയൻ വലിയ കാര്യത്തിൽ ഏറ്റതാണ് കാര്യങ്ങൾ. പാർട്ടിയിലെ ഒരാവശ്യത്തിനാണിത്, എൻ്റെ ആവശ്യമല്ല. നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് ആരെങ്കിലും ചെയ്യും. ഞാൻ ഇവിടെ മറിക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ലാത്തതുകൊണ്ടാണ്. നിൽക്ക് അളിയെ സഹകരിക്കെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇത്രയും സഹകരിച്ചല്ലേ ഇത് ഇത്രയും സാധനം ആക്കിയത്. എനിക്കറിയാം, നീ മെമ്പറും കൂടെയാണ്. എൻ്റെ അളിയെ എന്ത് പറഞ്ഞാലും നടക്കൂല. അളിയെ വേറെ എന്തെങ്കിലും സോഴ്സ് കണ്ടുപിടിക്കും. ഇല്ലെങ്കിൽ അപ്പുക്കുട്ട സാർ ചോദിക്കുമ്പോൾ അളിയെ സമാനം പറഞ്ഞാൽ മതി. ഞങ്ങളല്ല ഏറ്റത്, അളിയനാണ് വലിയ കാര്യത്തെ ചാടി വീട് ഏറ്റത്. ഞാൻ ചെയ്തോളാം, വലിയ ഫ്ലെക്സ് വെച്ചോളാം, അത് ചെയ്തോളാം, ഇത് ചെയ്തോളാം. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തില്ലേ? എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ സ്കൂൾ കവലയിൽ എൻ്റെ പടമുള്ളൊരു ഫ്ലെക്സ് വെച്ചിട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നുള്ളൊരു സാധനം കൊടുക്കണമെന്നുള്ളത്. അത് ഇവ അടിച്ചു തരാൻ എല്ലാം അവൻ ഏറ്റതാണ്. ഇപ്പൊ ഒരുത്ത ഇങ്ങനെ ചതിക്കുന്നു നമ്മൾ വിചാരിച്ചാ? ഇല്ലല്ല, ഒരുത്തമാര് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോല്ലേ ഇനി നാളെ ഒരാവശ്യമായിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ചെല്ലൂല്ലോ. പോകാതിരിക്കാനാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. വല്ലാത്തൊരു പണിയാണ് അവൻ തന്നു കളഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കെന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്രേ പറ്റും. ശരി, നിങ്ങൾ വിട്ടോ. ഇനി ബാക്കി ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കാം. ഞാൻ ചെയ്യണം, ചെയ്തിട്ടാളെയും വിളി നടക്ക്. നേതാവായ ഇതൊക്കെയാണ് കുഴപ്പം. തക്കടുവിൻ്റെ ഫീസ് കൊടുക്കാനുള്ള പൈസ അല്ലേ ഇത്? അതെ. ഇപ്പം 3 മാസത്തത് നമുക്കിപ്പോൾ ഒരുമിച്ച് അടയ്ക്കാതിരുന്നാലേ തങ്കം. എൻ്റെ ഒരു ചെറിയൊരു അത്യാവശ്യം നടക്കുമായിരുന്നു. ഒരു മാസത്തത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താലേ. ആരഡ്ജസ്റ്റ് ചെയ്യും? അല്ല പറയട്ടെ. ആരഡ്ജസ്റ്റ് ചെയ്യും ഗ്ലീറ്റോ?
ആ കൊച്ചിന്റെ ഡയറിയിൽ എഴുതിക്കൊണ്ട് വന്നത് കണ്ടായിരുന്നോ? എത്ര ദിവസമായിന്നറിയാമോ ഞാൻ അവിടെ നിന്ന് ഇവിടുന്ന് കടം മേടിച്ചു കൊണ്ടുവന്ന് വെച്ചതാ ഇതിനകത്ത്. ഞാൻ പറയട്ടെ, ഒന്നും പറയണ്ട. എന്നെ ഒരുത്തൻ ചതിച്ചു. നിങ്ങളെ ചതിക്കും, കാരണം നിങ്ങൾ ലോകത്തുള്ളവരെ മുഴുവൻ എന്നെ ചതിച്ചതല്ലേ ഇപ്പൊ ഇത്, അല്ലേ? ഞാൻ എടുത്തില്ല, ഞാൻ നിന്നോട് ചോദിക്കാം എന്ന് ചോദിക്കാം, അല്ലാതെ ഇത് ഞാൻ എടുത്ത് മോഷ്ടിച്ചോ. എന്നോട് ചോദിച്ചാൽ ഞാൻ സമ്മതിക്കോ? സമ്മതിക്കോ? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒന്നും ചെയ്യണ്ട. പറയട്ടെ, നമ്മുടെ പാർട്ടിയുടെ അറിയാലോ, ഈ ഒരു പ്രതിഷേധ സമ്മേളനം നടക്കുന്നുണ്ട്. അപ്പൊ അതിന് ഫ്ലെക്സ് ജോർജ് അടിച്ചു തരാന്ന് പറഞ്ഞാൽ ചെരുപ്പാണ്. അവ ഇപ്പൊ സമയത്ത് കാല് മാറി. അപ്പൊ എനിക്ക് ഇപ്പൊ ഫ്ലെക്സ് ഇതൊക്കെ അടിച്ചതിന്റെ പൈസ എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്യണം. ഫ്ലെക്സ് അടിക്കാൻ വേണ്ടിട്ടാണോ? ഞാൻ തിരിച്ചു തരുന്ന ഞാനാ പറയണേ. അയ്യോ വേണ്ട, ക്ലീറ്റോന് ഫ്ലെക്സ് അല്ലേ വേണ്ടുള്ളൂ. അതിനൊരു കാര്യം ചെയ്യണം. എന്നും രാവിലെ ഇവിടുന്ന് വടി പോലെ ഒരു വെള്ളയും ഇട്ട് പോകില്ലേ, അതിനകത്ത് ആ താഴത്തുള്ള മുണ്ടുണ്ടല്ലോ, അതിങ്ങനെ നിവർത്തിയിട്ടിട്ട് നല്ലൊരു പടം വരച്ച് വെക്കണം. ഫ്ലെക്സിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്നിട്ട് അത് 4 സൈഡും കയറിട്ടങ്ങ് കെട്ടി 4 മരത്തിലോട്ട് കെട്ടി വെച്ചാൽ ഫ്ലെക്സ് ആയി. ഒരു പോയുമല്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആ മുണ്ടങ്ങ് നിലത്ത് വിരിച്ചിട്ട് ടെണ്ട് 10 പേരല്ലേ ഉള്ളൂ, 10 ആൾക്ക് 10 വെച്ച് ആൾക്കൊരു 1000 വെച്ച് കിട്ടും. ഒരു ആവശ്യം വന്നോണ്ടല്ലോ ചോദിച്ചത്. കാല് പിടിക്കുമ്പോ നീ എന്റെ തലേ കയറല്ലേ കേട്ടാ, വലിയ മറ്റവളാവണ്ട. ഒരു ഇതിപ്പോ ഒരുമിച്ചുകൊണ്ട് സ്കൂളുകാരുടെ അണ്ണാക്കലോട്ട് തിരികണ്ടല്ല. ഇത് 1 മാസത്തെ അടയ്ക്കുക, അല്ലെങ്കിൽ 2 മാസത്തെ അടച്ചാലും ബാക്കി ഞാൻ ഈ വീട്ടിലെ ഗ്രഹനാഥനാണോ? നിന്റെ മനസ്സിലില്ല. നിന്റെ മനസ്സില്ലടി. നിന്റെ മനസ്സിൽ നിന്റെ ഒരു ആങ്ങളെയും നിന്റെ ഒരു അമ്മയും അവര് മാത്രമേ കുറച്ച് പൈസ അവൻ തന്നതാ. എനിക്ക് എന്റെ പുല്ല് വിലയാണെന്ന് എനിക്ക് അറിയാടി. ഞാൻ ഇല്ലാതിരിക്കുമ്പോഴേ നീയൊക്കെ പഠിക്കുള്ളൂ. ഒരു ഭാര്യ വേണം ഭർത്താവിന്റെ വിഷമങ്ങൾ അറിഞ്ഞു കൂടെ നിൽക്കണം. അതാണ് ഒരു ഭാര്യ. അല്ലാതെ നിന്നെ പോലെ ഇങ്ങനെ കണ്ടവന്റെ സഹായങ്ങൾ അവനെയും താങ്ങി നടന്നിട്ട് ഭർത്താവിനെ മോശപ്പെടുത്തിയും കുറ്റപ്പെടുത്തിയും പറയണം. നീ ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ, എന്റെ കഷ്ടകാലത്തിനാണ് നീ എന്റെ തലയിൽ വന്ന് വിട്ടത്. ആണല്ലോ, എനിക്കും തിരിച്ചങ്ങനെ തന്നെടി. നിങ്ങൾക്കൊന്ന് ഒഴിവാക്കി നോക്കിക്കോ, നീ അടുത്ത ജന്മത്തിൽ ഇതിന് നരകിക്കും. നീ നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾക്ക് വേറെ എന്താ ഇതുപോലെ ഒരു പിശാച് ഒരുത്തൻ എന്റെ തലയിൽ വരൂല. ഞാൻ എന്ത് പാവം ചെയ്തിട്ടാ ഈ മൊരമണ്ടൻ എന്റെ തലയിൽ. മേലെ നീ കാലെടുത്തൊരു കാല് വെക്കൂലല്ലോ നിങ്ങള്, എന്നിട്ട് എടുത്തു നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നുള്ളിക്കോ, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതോടുകൂടി ക്ലീറ്റസ് മത്തായി തീർന്നു. അല്ല പിന്നെ ബഹളാണല്ലോ. തങ്കം വിളിച്ച് നീ വാ പുറകെ, അപ്പഴേ പറയുന്നുള്ളൂ. ബാക്കി എന്തുവാണ് ചേച്ചി രാവിലെ തന്നെ? പിന്നെ എങ്ങനെ പറയാതിരിക്കുന്നത്? എന്തോന്ന് ചെന്ന് ചോദിച്ചു നോക്കിയാ നീ എന്താന്ന് പോയി കാര്യം എന്തുവാ? എടി തക്കുടൂന്റെ 3 മാസത്തെ ഫീസ് അടയ്ക്കാനുണ്ട്. അത് അടയ്ക്കാൻ ഇന്നലെ വന്ന് കനകനോട് ഞാൻ പൈസ മേടിച്ചില്ലേ, ആ പൈസ എന്റെ കയ്യിലുള്ളതും കൂടി നുള്ളിപ്പെറുക്കി കൂട്ടി വെച്ചേച്ചതാ. ഞാൻ ദേ സാരി എടുത്ത് വന്നപ്പോഴത്തേനും ദേ കിടക്കുന്നു എണ്ണിക്കൊണ്ടിരിക്കുന്ന ആ പൈസ എടുത്ത്. എന്തിന്? ഫ്ലെക്സ് അടിക്കാനാന്ന്. ഫ്ലെക്സിന് മാനമുട്ട ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് എന്താ കാര്യം? അയ്യ നാളെ ഇല്ലല്ലേ. ക്ലീറ്റോ ചേട്ടാ വരൂല അവിടെ സോപ്പ് ഇടുന്ന തന്നെ മേടിച്ചെടുത്തില്ലേ? പിന്നെ അല്ലാതെ ഞാൻ സ്കൂളിൽ കൊണ്ട് അടക്കാൻ നോക്ക്, വേറെ പണിയൊന്നും. എന്ത് ചെയ്താ മതി ഇങ്ങനെ? പൈസ ഉണ്ടാക്കി കൊണ്ടുവരൂല, എന്നിട്ട് ബാക്കിയുള്ള എടുത്ത് വെച്ച പൈസ എടുത്ത് ഫ്ലെക്സ് അടിക്കാൻ പോകുന്നു. ഇതിനും ഭേദം നിങ്ങൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾ പോയി ചാക്, അല്ലെങ്കിൽ നാട് വിട്ടു പോകും. കെട്ടാനില്ലാന്ന് വിചാരിച്ച എന്നെ ആരെങ്കിലും ഒക്കെ സഹായിക്കും. ചേച്ചി പോയിക്കേ, പോ ചെല്ല്. എങ്ങനെ പറയാതിരിക്കില്ല? പോ ചെല്ല്. ഫ്ലെക്സ് കൊണ്ട് ജംഗ്ഷനിൽ വെച്ചിട്ട് കൊണ്ടുവന്ന് ജംഗ്ഷനിൽ വെച്ചാ എല്ലാം ആയി. കയ്യിലിരിപ്പ് ഇങ്ങനെയല്ലേ? എന്തൊരു പാടാ നോക്കണേ. അത് കിടന്ന് പാടുപെടണം ഒക്കെ സുഖിക്കുന്നു. ആങ്ങളെയാണെങ്കിലും പറയാതിരിക്കാൻ പറ്റൂല. അതെ, അച്ഛമ്മ എന്നെക്കാളും പ്രായത്തിന് ഒരുപാട് മൂത്ത. നിങ്ങളെ ഉപദേശിക്കാൻ യോഗ്യനുമല്ല. നിങ്ങൾ വലിയ രാഷ്ട്രീയക്കാരനും അതിൻ്റെ ഗുണാണ്ടറൊക്കെയാണ്. ഈ നിസ്സാര കാര്യത്തിനുള്ള വഴക്ക് ഞാൻ കുറേ നേരം കൊണ്ട് അകത്ത് കേട്ടോണ്ടിരിക്കുക. ഇപ്പം തീരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വരാഞ്ഞത്. എന്തൊക്കെയാണ് മറ്റും വിളിച്ചു പറഞ്ഞ് തന്തയ്ക്ക് വിളിക്കുന്നു. 2 പിള്ളേർ തന്തയല്ലേ നിങ്ങൾ? തക്കുടൂന് സ്കൂളിൽ അടയ്ക്കേണ്ട ഫീസിൻ്റെ പൈസയല്ലേ അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അത് നിങ്ങൾ അറിഞ്ഞോ? പെൻഡിങ് ഉള്ള കാര്യം കൊടുക്കണമെന്ന് നിങ്ങളുടെ ഒരു വാശി പിടിച്ചോ? നിങ്ങളുടെ കയ്യിൽ കുറവാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഒരു തങ്കരം പിടിച്ച് ആ പൈസ അവിടെ കുറേ അടിയേക്കാ വെച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കും. ഇതേ സ്ഥാനത്ത് തങ്കം ചേട്ടയുടെ സ്ഥാനത്ത് റോസ്മേരി ആണെങ്കിൽ എന്നേ നിങ്ങളെ കളഞ്ഞിട്ട് വേറെ ആരെങ്കിലും കൂടെ പോയാനെ, അല്ല അവരവരുടെ വീട്ടിൽ പോയിന്നേനെ. എനിക്കിതറിയാം.
റോസ്മേരി ഓരോ കാര്യത്തിനും എന്നെ വിളിച്ച് ശല്യം ചെയ്യും. തങ്ക ചേട്ടത് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ശല്യം ചെയ്തിട്ടുണ്ട്? വീട്ടിൽ ഞാനും റോസ്മേരിയുടെ വഴക്കുണ്ടാവും. അപ്പച്ചൻ പറയുന്നൊരു വാക്കുണ്ട്, പെണ്ണൊരുങ്കട്ടപ്പം കൊണ്ട് പെണ്ണൊരുമ്പെട്ടാൽ. ഒരാളുടെ ജീവിതം നന്നാവാനും നശിക്കാനും ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി. ഈ 17 വർഷമായിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ശ്വാസമായിട്ട് ഇന്നല്ലേ തങ്ക ചേട്ടത്തി ആണോ? ഇത്തിരി കൂടെ കെറുവും മൂക്കുണ്ടക്കറുമൊക്കെ കാണിച്ചാലും നിങ്ങളേന്ന് വരുത്തി നിൽക്കുന്ന ഒരാളില്ലേ. ഇത് പറഞ്ഞാൽ എൻ്റെ വരുമാനം നിങ്ങൾ നോക്കുമല്ലോ, മച്ചമ്മയ്ക്ക് സായിയായിട്ട് ഒരു വരുമാനമുണ്ട്. അതറിഞ്ഞല്ലേ അവർ നിങ്ങളിക്കുന്നത്? അല്ല അതൊന്ന് ആലോചിച്ച് നോക്കുമല്ലോ. നിങ്ങൾ റോഡ് നിങ്ങളെ പറയും സ്ത്രീകൾ അങ്ങനെയാണ്, തബലയാണ്, മൃദംഗമാണെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ കാണിക്കുന്നത് പലരും കേട്ടെന്തുമായിരിക്കും. ഈ സ്കൂൾ ഫീസിൻ്റെ കാര്യത്തിൽ തന്നെ ആ കൊച്ചാരുടെ മോനാണ് ഫീസ് കൊടുക്കുക ഇല്ലെന്ന് അതിൻ്റെ നാണക്കേട് ആർക്കാം? അത് സ്കൂളിൽ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അവർ ഈ പലർക്കും തങ്കരം മേടിച്ചതും കടം മേടിച്ചതും പിടിച്ചു വെച്ചിരുന്നത്. സ്ത്രീകളാണ്, ഉള്ളിത്തൊലിയുടെ കട്ടിയുള്ളവരുടെ മനസ്സിന്. ഇപ്പോഴത്തെ ഈ സങ്കടവും ദേഷ്യവും എല്ലാവരും ഉള്ളി വെച്ചോണ്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി വല്ല ട്രെയിനിൻ്റെ മുമ്പിലും ചാടി തൂങ്ങി ചാവത്തില്ലെന്ന് ആര് കണ്ടു? പോകുന്ന വഴിക്ക് കുളങ്ങളുണ്ട്, സൂപ്പർഫാസ്റ്റ് വരും. തീർന്നു നിങ്ങളുടെ രാഷ്ട്രീയം, തീർന്നു നിങ്ങളുടെ ജീവിതം, തീർന്നു. എന്തെങ്കിലും കടുക്ക ചെയ്യുന്ന ഈ വീട്ടിൽ നിന്നങ്ങ് അടിച്ചിറക്കും. പിന്നെ പാലേ പോയിട്ട് പാലാ പള്ളി പുതുപ്പള്ളി പാടിക്കൊണ്ട് അവിടെ ഇരിക്കേണ്ടി വരും. എനിക്ക് പറയാനുള്ള പറഞ്ഞു. അരെ ഒരു പെണ്ണിൻ്റെ സ്വസ്ഥതക്കേട് കൂടിയപ്പോഴാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഏതെങ്കിലും ഒരു ശകലം അവർ കൊടുത്ത് കാണിക്കുന്നുണ്ടോ? മോശമായിപ്പോയി. പാവം വീട്ടിൽ ചോറുണ്ണാൻ ആ പൈസയ്ക്ക് വേണ്ടിയിട്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് 10 പേരോളം നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഫ്ലെക്സ് അടിക്കാൻ വേണ്ടിയിട്ട് അവർ പോയി സാറിനു. നല്ല ഒന്ന് ആലോചിച്ച് നോക്കും, ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്ക്. പാവം എന്തൊക്കെ വായി വരുന്ന വിളിച്ചു പറഞ്ഞു. കടുകയൊന്നും ചെയ്തല്ലേ കർത്താവ്. ആ സുൽച്ചേച്ചി, തങ്ക എവിടെ പോവാ? ഞാൻ ദേ കൊച്ചിന്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് പോണ്. ഇതെവിടെ പോയത്? രാവിലെ അവിടെ ഉണ്ടായില്ലേ? അപ്പോ ഇല്ല, ഞാനൊരു മരണത്തിന് വരുന്നു. അയ്യോ, ആര് മരിച്ചു? ഓ, ഒന്നും പറയണ്ട തങ്ക, നമ്മളെ അമ്മയുടെ വീടിന്റെ അടുത്തുള്ളതാ. ആര്? ഒരു ചെറുക്കൻ കയറി തൂങ്ങിന്ന് രാവിലെ ആയപ്പോഴത്തേക്ക്. ചെറുപ്പാണോ? 2 കൊച്ചു പിള്ളേരെ ഉള്ളന്നേ. ഇപ്പം എന്തിനാ അങ്ങനെ ചേട്ടാ? കടം ഉണ്ടായോ? കടമൊന്നുമില്ല, ഭാര്യയും ഭർത്താവും കൂടെ എന്തിനും അടിയും. ഇപ്പോഴും തല്ല് പിടിക്കും. ഭാര്യയും ഭർത്താവും കൂടെ അന്നും വൈകിട്ട് എന്തോ വഴക്കുണ്ടായെന്ന്. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ അവൻ കയറി തൂങ്ങിയിരിക്കണം. നല്ല കാര്യമുണ്ടോ? 2 കൊച്ചുങ്ങൾ. ഓ, ഒന്നും പറയണ്ടെന്ന്. അതിൻ്റെ കരച്ചിൽ കേട്ടാലേ ദൈവം പോലും സഹിക്കൂല. അത്ര കരച്ചിലാണ് അവരെ ഇടന്ന് കരയണത്. അതാ അതിന് അമ്മയുണ്ടാ? അവൻ്റെ ആളുകളും ഇല്ല, ഇവളാളുകളും ഇല്ല. 2 മതത്തിൽപ്പെട്ടതാണ് സ്നേഹിച്ച് കിട്ടിയത്. 2 വരെ വീട്ടുകാർക്കും ഇഷ്ടമല്ല. പിള്ളേരായിട്ട് പോലും അവർ ഒരു സഹകരണം ഇല്ല. എനിക്ക് അറിഞ്ഞോളൂ, എന്നാൽ ഭയങ്കര സ്നേഹമാണ്. പക്ഷേ ഇന്ന് നമ്മളടന്ന് അടിയുണ്ടാക്കൂലേ, അതുപോലെയൊക്കെ അടിയുണ്ടാക്കണേണ്. അയ്യോ, ഒരു കാര്യം ഇപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ തമ്മിച്ചേണ്ടൂടെ അടിയൊന്നും ഉണ്ടാക്കൂല. ഇതുപോലെ എന്തെങ്കിലും കാണിച്ചാൽ എനിക്കിനി ആരിരിക്കണം. പിന്നെ ഞാൻ പോട്ടെ തങ്കം. രാവിലെ പോയേണ്. അതിൻ്റെയൊക്കെ വിളി കേട്ടിട്ട് കരഞ്ഞ് തലയും വേദന എടുക്കണം. വയ്യ. തമ്പിയണ്ണൻ എന്തിയേ? ചേട്ടാ അവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. ഞാൻ പോട്ടാ. കേട്ടപ്പോൾ ഒരു പേടി. ഇവിടെ നോക്കിയേ, കുറച്ച് കഷ്ടമാണ് കേട്ടോ ക്ലീറ്റോ ചേട്ടാ. കഷ്ടമെന്ന് പറയാൻ പറ്റില്ല, മഹാബോറ്. നമ്മൾ കുടുംബക്കാരെ പറയിപ്പിക്കോ ക്ലീറ്റോ ചേട്ടൻ? പപ്പ എങ്ങാനും ഈ കാര്യങ്ങൾ അറിഞ്ഞാലുണ്ടല്ല, ഇവിടെ വന്ന് തല്ലും. ഈ കണക്കിന് പോയാൽ ചേച്ചി വിളിച്ച് പറയും. നാളെ ഇല്ലല്ലോ ആ കൊച്ചിന് ഫീസ് അടക്കാൻ വെച്ചിരുന്ന പൈസ എടുത്ത് ഫ്ലെക്സ് അടിക്കാൻ പോണ്. എന്തൊരു മനസ്സാന്ന് നോക്കണേ. ഇതൊക്കെ ക്ലീറ്റോ ചേട്ടൻ ചെയ്യേണ്ട കാര്യങ്ങളാട്ടാ. എല്ലാം ചേച്ചിയുടെ തലയിൽ ഇട്ട് കൊടുത്തിട്ട് അതെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പൈസ എരന്ന് വെക്കും. അതെടുക്കുന്നു. നാളെ ഇല്ലല്ല. ഒന്നും പറയണ്ട. ഒന്നും മനസ്സിലാക്കി. ഞാൻ എന്താ അവസ്ഥ? അത്രയും നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആണ് ഞാനത്. പിന്നെ ഭയങ്കര വലിയ നിവൃത്തികേടല്ലേ ഫ്ലെക്സ് അടിച്ച് ജംഗ്ഷനിൽ വെച്ചില്ലെങ്കിൽ സമാധാനം കിട്ടൂല. മോളെ, എന്റെ സാഹചര്യം അങ്ങനെ ആയത്. എന്ത് സാഹചര്യം? ചേച്ചിയുടെ സാഹചര്യം ക്ലീറ്റോ ചേട്ടൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാ?
ചേച്ചി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നോട്, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകുന്നു. ഇത് അവസാനം കളിച്ച് കളിച്ച് ചേച്ചി എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും, അപ്പൊ സമാധാനാവും. ഇതെന്ത് ചെയ്തോണ്ടിരിക്കണത്? ഞാൻ ചോറും കറികളൊക്കെ ഉണ്ടാക്കുമായിരുന്നു, അവർക്ക് ഇഷ്ടമാണ്. അയ്യോ, പതിവില്ലാത്താണല്ലോ. ചേച്ചിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഇനി സ്നേഹിക്കാൻ പോണു. എടി അത് അപ്പോഴത്തെ ദേഷ്യത്തിൽ പെട്ടെന്ന് പറഞ്ഞു. ഞാൻ അവളെ സോറി പറയാനായിട്ട് വിളിച്ചിട്ട് അവൾ എടുക്കുന്നില്ല. ഒന്നുകൂടെ വിളിച്ചു നോക്ക്. അവർക്ക് ഇഷ്ടമുള്ള മെഴുക്ക് വരട്ടിയും മുട്ട ഞാൻ പ്രത്യേക ഇതിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, അതൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ ആടുപെടേണ്ട വല്ല കാര്യമുണ്ടാ? സംസാരിക്കുമ്പോ ശ്രദ്ധിച്ചാ പോരെ? മാർക്കേ, ഞാൻ നോക്കാം. ഇതിന്റെ അടപ്പെന്തേ? അതേ പിടിക്കുന്നു, ഇത് തുറന്നു വെച്ചിരിക്കുന്നു. ഞാരട്ടെ ഇത് എടുക്കുന്നില്ല. അയച്ചു വരും. അവിടെ ചിലപ്പോ സ്കൂളിൽ ആയതുകൊണ്ട് സൈലന്റ് ആക്കി വെച്ചതായിരിക്കും. ഞാൻ ചെയ്തു തരണോ വല്ലതും? അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളു ശ്രദ്ധിക്കാൻ വേണ്ടിട്ട്. ഞാൻ വല്ലതും ചെയ്തു തരണോ? വേണ്ട, ഞാൻ ഉണ്ടാക്കി വെക്കാം. അവള് വരുമ്പോ സന്തോഷത്തോടെ കൊടുക്കാം. അപ്പോഴത്തേക്ക് അവളെ പിണക്കെല്ലാം മാറും. വല്ലതും വേണമെങ്കിൽ വിളിക്ക്, സഹായം വേണമെങ്കിൽ. ഏത് സമയത്ത് ചേട്ടാ പൈസ പോവല്ലേ, ഇതൊന്ന് അഴിച്ചിറക്കം. ചേച്ചി പോവല്ലേ? ഇത് എവിടെയായിരുന്നു? എത്ര പ്രാവശ്യം ക്ലീറ്റോ ചേട്ടൻ വിളിച്ചിട്ട് എന്നാ ഫോൺ എടുക്കാഞ്ഞത്? എവിടെയാ? അവിടെ ഇരിപ്പുണ്ട് പാവം. ഞാൻ ചെന്ന് നോക്കുമ്പോഴേ ചേച്ചിക്ക് ഫുഡ് ഉണ്ടാക്കിയൊക്കെ വെച്ചേക്കുന്നു. ടെൻഷൻ അടിച്ചു വെച്ചേ. എന്തിന് ഇനി വഴക്കടിക്കാനാ? പോടുന്ന് ചെല്ലാൻ നോക്കാം. വിളിച്ചേ. എന്തിന് വിളിക്കുന്നു? ക്ലീറ്റോ ചേട്ടാ, ക്ലീറ്റോ ചേട്ടാ, ക്ലീറ്റോ ചേട്ടാ, ചേച്ചി വന്ന്. വിളിച്ച ഫോൺ എടുക്കാൻ പാടില്ലേ? ഇങ്ങ് വന്നേ. ദേ വന്ന്. വാ, ചെല്ലങ്ങോട്ട്. അതൊന്ന് ഇറക്കി വെച്ചേ. ഏത്? അതെന്തോന്ന്? ഇതെന്തുവാ? ചേട്ടാ, ഇതൊന്ന് ഇറക്കാൻ സഹായിക്കോ? ഇവിടെ കെട്ടുണ്ടായിരുന്നു. പിടിക്ക്. അവിടെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. പൈസ തന്നില്ലേ? ചേട്ടൻ പൊക്കോ. ഇങ്ങോട്ടുള്ളത് ഇരുട്ടിന്റെ മറവിൽ DDT പാർട്ടിയുടെ കൊടിമരം നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി കായിക അതാ ചെറുക്കനോട് ചോദിച്ചായിരുന്നു ചേട്ടന് വേണ്ടി എന്തെങ്കിലും ചെയ്യണോന്ന്. ഏതാണ്ടൊരു ഷോപ്പിൽ വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മീശ മതിന്ന് പറഞ്ഞു. നല്ലതാ, ഇതാ ചേർച്ച. ഇത് ശരിയല്ലേ ഇത് എഴുതിയേക്കുന്നതൊക്കെ? ഇതിൽ എന്ത് കുറവുണ്ടെങ്കിൽ എനിക്ക് അതൊന്നും വിഷയം. ഞാൻ 2 മാസത്തെ ഫീസ് അടച്ചുള്ളൂ. ഇങ്ങോട്ട് ചേർന്ന് നോക്കട്ടെ. നല്ല രസമുണ്ടല്ലേ? ചേർന്നേ. അടിപൊളി. സോറി ഞാനേ ഉടനെ തന്നെ ഞാൻ ഈ മീശ Aliens.